ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹൂപ്പ് ഇയറിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്മലാണ്. അതിനൊപ്പം തന്നെ ഒരു കമ്മൽ ഉണ്ടാക്കാൻ നമുക്ക് അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസ് കൂടി നോക്കാം. അപ്പോൾ ഇവിടെ ഇയർ ഹുക്ക് ഉണ്ട്, പിന്നെ സ്റ്റഡ് ബേസ്, അതിൻ്റെ ബാക്കിലിടുന്ന തിരിവുണ്ടല്ലോ, അത് റബ്ബറിൻ്റെ ഉണ്ട്, മെറ്റൽ പീസ് ആയതുകൊണ്ട് നമുക്ക് കിട്ടും. അത് ഒപ്പം തന്നെ ഓരോ പാക്കറ്റിൽ 10 രൂപയ്ക്കെല്ലാം കിട്ടാറുണ്ട്. പിന്നെ ഈ ഹൂപ്പ് ഇയറിങ്ങിൻ്റെ ബേസ്, അത് നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്ന കമ്മലിന് ഇതുപോലെയുള്ള ഹൂപ്പ് ഇയറിങ് ഈ ചെറുതിലാണ് ചെയ്യുന്നത്. ഇത് വലിയ സൈസും ചെറിയ സൈസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ കമ്മൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് കമ്മൽ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് മെറ്റൽ വയറാണ്. കോപ്പർ വയർ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്രിസ്റ്റൽ ഗ്രീൻ കളറ്, പിന്നെ ഹൂപ്പ് ഇയറിങ്സ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ ബേസ് റിങ്ങും. അപ്പോൾ മെറ്റൽ വയർ നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന റിങ്ങിൻ്റെ ഒരു 3 ഇരട്ടി ലെങ്ത്ത് വരുന്ന പോലെ കണക്കാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കമ്മൽ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഈ മെറ്റൽ വയർ എടുക്കുക. എന്നിട്ട് റിങ്ങിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചുറ്റി തുടങ്ങാം. അപ്പോൾ ഈ ചുറ്റുന്നത് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഭാഗത്ത് തുടങ്ങണമെങ്കിൽ 4 റൗണ്ട് ചുറ്റണം. അപ്പോൾ ഒന്നിൻ്റെ മേലേക്ക് ചുറ്റാതെ ഒന്ന് ചുറ്റി നെക്സ്റ്റ് നമ്മൾ ആദ്യം ചുറ്റിയതിൻ്റെ സൈഡിലായിട്ടായിട്ട് രണ്ടാമത്തെ ചുറ്റുക. അങ്ങനെ 4 റൗണ്ട് ചുറ്റുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആ ഭാഗത്ത് അതിൻ്റെ ടിപ്പ് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ റിങ്ങിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് റിങ്ങുമായിട്ട് ചേർന്നിരിക്കുന്ന പോലെ പ്രസ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ കാതിൽ കുത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ക്രിസ്റ്റൽ ഈ വയറിൽ കോർക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം 3 ചുറ്റിയ പോലെ തന്നെ ഇനി ആ മുത്ത് ഈ റിങ്ങുമായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കണം. പിടിച്ച ശേഷം ഒരു കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇത് വീണ്ടും ഒരു 3 റൗണ്ട് ചുറ്റാം. അപ്പോൾ ഈ മുത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുന്നതിൻ്റെ എണ്ണം വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. നന്നായി ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ 3 റൗണ്ട് ചുറ്റിയത് നന്നായിട്ട് ചേർത്തി വെക്കാം. ചുറ്റിക്കഴിയുമ്പോൾ ഈ 3 ചുറ്റിലും നമ്മൾ ഈ മെറ്റൽ വയർ ഉണ്ടല്ലോ അത് നന്നായിട്ട് ചേർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് തീരെ ഗ്യാപ്പ് കുറഞ്ഞിട്ട് മുത്തുകൾ അടുത്തടുത്ത് ഇതുപോലെ കോർക്കാം. അല്ല അതിന് കുറച്ച് ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ചുറ്റിയത് കുറച്ച് വലിച്ച് ചരിച്ച് ചുറ്റി നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ ഒരു മുത്ത് കോർത്ത് നമ്മൾ 3 റൗണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മുത്ത് കോർക്കുക. വീണ്ടും ഇതേപോലെ തന്നെ മുത്ത് റിങ്ങുമായിട്ട് ചേർത്തി പിടിക്കുക. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ ഈ മെറ്റൽ വയർ വീണ്ടും 3 റൗണ്ട് ചുറ്റുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റലിന് പകരം മുത്ത് വേണമെങ്കിൽ നമുക്ക് സാധാരണ പേൾ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. ഇനി ക്രിസ്റ്റൽ കളർ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. മുത്താണെങ്കിലും കളർ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെയിം കളറാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ റിങ് മുഴുവനും സെയിം പ്രൊസീജിയർ തന്നെയാണ്. കോർത്തെടുക്കാം. ഒരു മുത്ത് കോർക്കുക, 3 ചുറ്റുക. അപ്പോൾ എത്രത്തോളം ഗ്യാപ്പ് വേണോ അതിനനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടം പോലെ നമുക്കിത് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കമ്മൽ ഇവിടെ മുഴുവൻ ചുറ്റി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോർക്കുന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്തുന്നത് നമ്മൾ കാതിലിടാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം. എന്നിട്ട് വേണം മുത്ത് കോർക്കാൻ. നന്നായി ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ഇടുന്ന സമയത്ത് തന്നെ മുത്ത് അവിടെ മുകളിൽ തന്നെ ഈ ഹോളിൻ്റെ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ഗ്യാപ്പ് വേണോ അതിനനുസരിച്ചിട്ട് കോർക്കാം. അപ്പോൾ നമ്മളിവിടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഈ ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.